നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണയ്ക്ക് നേരെ എന്ത് ആരോപണം വന്നാലും വീണയെ ആരെങ്കിലും കുടഞ്ഞാലും വാ തുറക്കാത്തൊരു ഭർത്താവ്. എന്റെ ഭാര്യയെ പാർട്ടി സംരക്ഷിച്ചോളും എന്ന നയമാണ് മുഹമ്മദ് റിയാസിന്റേത്. മരുമകന് മന്ത്രി കസേര കൊടുത്തത് അട്ടർ വേസ്റ്റായി പോയി മുഖ്യ. പുതിയ വിജയനായതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി ഭൂമി കുലുങ്ങിയാലും മിണ്ടില്ല. പകരം സംസാരിക്കാൻ വേണ്ടി മന്ത്രി കസേര കൊടുത്ത് വിലക്കെടുത്തതാണ് റിയാസിനെ. എന്നാൽ മുഹമ്മദ് റിയാസ് മുഖ്യനേക്കാൾ വലിയ തോൽവി. വീണ വിജയനും കമ്പനിക്കുമെതിരെ ചെറിയ ആരോപണമൊന്നും അല്ല ഉയർന്നിരിക്കുന്നത്. എന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാത്ത ആ മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. ആകെ പ്രതികരിച്ചത് ഒരൊറ്റ വാക്കാണ്. അതിന് മലയാളികൾ കൊടുത്തിരിക്കുന്ന മറുപടി കണ്ടിട്ടുണ്ടെന്നല്ല, കട്ടിട്ടുണ്ടെന്നാണെന്ന്. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്ത് വന്നു. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യം ഉന്നയിച്ചുവെങ്കിലും ഒന്നും മിണ്ടാതെ മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പോയി നരേന്ദ്രമോദിയുടെ കാലു പിടിക്കും, പിന്നാലെ റിയാസും പോകുമായിരിക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വജ്രായുധം തന്നെയാണ് കേന്ദ്രം പുറത്തെടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ മകളെ തന്നെ തൊട്ടു. ഇനി പല കൊടുക്കൽ വാങ്ങലുകളും കേന്ദ്രവും കേരളവുമായി നടക്കും. സുരേഷ് ഗോപി തൃശൂർ എടുത്താലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ റിയാസിനെ കുടഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൗനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നവകേരള സദസ്സിനിടെ തരംതാണ രീതിയിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അധിക്ഷേപിച്ചയാളാണ് പൊതുമരാമത്ത് മന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് വി.ഡി. സതീശൻ പരിഹാസത്തോടെ ചോദിച്ചു. കേരളത്തിൽ CPM-ഉം സംഘപരിവാറും തമ്മിൽ രഹസ്യ ധാരണയുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ കേസിലും ഈ ധാരണ പ്രകാരമാണ് അന്വേഷണം നിലച്ചത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണവും നീതിപൂർവമായി നടക്കുമെന്ന് പ്രതീക്ഷയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അന്വേഷണ പരിധിയിലേക്ക് KSIDC കൂടി എത്തിയത് ഗൗരവമായ കാര്യമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് വി.ഡി. സതീശൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ക്രൂരമർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദുര്യോധനന്റെ സഭയിൽ സംഭവിച്ചതാണ് ഇന്നലെ കണ്ണൂരും ആവർത്തിച്ചത്. പെൺകുട്ടികളെ അടക്കം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. നട്ടലില്ലാത്ത DGP-യാണ് കേരളത്തിന്റെ പോലീസ് തലപ്പത്തുള്ളതെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഉത്തരവിട്ടത്. 3-അംഗ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുക. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. CMRL എന്ന കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് പണം ലഭിച്ചുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. CMRL, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്.